കണ്ടോ, രണ്ടു കൂട്ടർക്കും ഒരേ ലക്ഷ്യമാണ്, ഒരേ ശബ്ദമാണ്. ഒരേ ലക്ഷ്യവും ഒരേ ശബ്ദവും. ചില ആളുകൾ പറയല്ലേ എൻ്റെ ശബ്ദവും നിന്റെ ശബ്ദവും ഒരുപോലെ ഇരിക്കുന്നു എന്ന്. അതുപോലെ രണ്ടും ഒരേ ശബ്ദമാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം ജിന്നിനോട് സഹായം തേടുന്നത് മുത്തലക്കൻ ശിർക്കാണ്. അവിടെ മുത്തലക്ക് എന്നൊരു വാക്ക് ഇട്ട് കൊടുക്കും. മുത്തലക്കൻ ശിർക്കാണ് എന്ന് ഒരു വാക്കിട്ട് കൊടുക്കും. ആ മുത്തലക്കൻ എന്നൊരു വാക്ക് തഫ്സീറിൽ നിന്ന് കാണിച്ചു കൊടുക്കണം. മറ്റേയാളെ സംബന്ധിച്ചിടത്തോളം മുത്തലക്കനും ഇല്ല. മരിച്ചുപോയവരോട് സഹായം തേടുന്നത് ശിർക്കാണ് എന്ന് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഏത് പണ്ഡിതനാ പറഞ്ഞത്, ഏത് മുഫസ്സിറാ പറഞ്ഞത് എന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരെ സംബന്ധിച്ചിടത്തോളം രണ്ടു കൂട്ടരും നമ്മുടെ ഖൽബിനെ അല്ലാഹുവല്ലാത്തവരിലേക്ക് ക്ഷണിക്കാൻ, തിരിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. കേട്ടില്ല നിങ്ങൾ? രണ്ടും ഒരേ ശബ്ദമാണ്. ആരത്? സമസ്തൻ്റെയും വിസ്ഡത്തിൻ്റെയും ശബ്ദം ഒരേ ശബ്ദമാണ്. അങ്ങനെയല്ല അനസ് മൗലവി. CD ടവറിൻ്റെയും സമസ്തയുടെയും ശബ്ദവും ഒന്നാണ്. അതെങ്ങനെ? CD ടവറുകാർ പറയുന്നു മനുഷ്യൻ ഇതിൽ നിന്ന് പുറത്താണ്, ഇസ്തിആനത്തിൽ നിന്ന് മനുഷ്യൻ പുറത്താണ്. സമസ്ത പറയുന്നു അമ്പിയാക്കളും ഔലിയാക്കളും പുറത്താണ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പറയുന്നു ഒരു സൃഷ്ടി അതിൽ പെടൂല, അത് അള്ളാഹ്ക്ക് മാത്രം. എത്ര എളുപ്പം ആലോചിക്കുക നിങ്ങൾ, എത്ര എളുപ്പമാണ്. ആർക്കാ അബദ്ധം വന്നത്? ആരാ ശബ്ദ ഒരുപോലെ? ആരാണ് ഇവിടെ ബായ് ബായി ആയി പോകുന്നത്? പിന്നെ മൂപ്പരാഗ്രഹം എന്താ അറിയോ? ഇത് രണ്ടും എവിടെ വേർതിരിയുക എന്നുള്ളതാണ്. അതും തഫ്സീറിലുണ്ടേ. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഈ കളിയും തമാശയും ഈ കുട്ടിയും കോലും കളിയൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ വരും, പഠിപ്പിച്ചരാ. ഇൻഷാ അല്ലാഹ് നമ്മൾ തയ്യാറാണ്. കൊച്ചിയിൽ പറഞ്ഞു ഈ ഉള്ളവർ 2 പുസ്തകം ഡെയിലി അരമണിക്കൂർ ഫ്രീ ആയി ക്ലാസ് എടുത്തരാം. അഖീദയുടെ പുസ്തകം തഫ്സീർ വേണോ? ഇൻഷാ അല്ലാഹ് തഫ്സീർ വായിച്ചരാ. നമുക്ക് നല്ല ഉസ്താദുമാരെ അൽഹംദുലില്ലാഹ് കിട്ടിയിട്ടുള്ളത്, മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ 10 കൊല്ലമായിട്ട് നല്ല കുട്ടികളെ ഈ രംഗത്ത് വളർത്തി വലുതായി കൊണ്ടുവരുന്നുണ്ട്. ജാമിഅ അൽ ഹിന്ദ് എന്ന മഹത്തായ സ്ഥാപനം അതിനാണ്. കേട്ടോളി, തഫ്സീർ തൊബരിയാണ്. എവിടെയാണ് സമസ്തയും ഇസ്ലാമും എവിടെ വേർതിരിയ? കേട്ടോളി, നിങ്ങൾക്ക് സംശയമല്ലേ? അത് ഇയ്യാക്കന്നെ വെച്ച് പഠിക്കാം. കേട്ടോളി, ഖാല അബൂ ജഅഫർ വഅനാ ഖൗലു വഇയ്യാക നസ്തഈൻ വഇയ്യാക റബ്ബനാ നസ്തഈനു അലാ ഇബാദത്തിനാ ഇയ്യാക വത്വഅതിനാ ലക ഫീ ഉമൂരിനാ കുല്ലിഹാ ലാ അഹദൻ സിവാക്. ഞങ്ങളെ ഇസ്തിആനത്ത് അല്ലാഹ് നിനക്കാണ്, ഒരു പങ്കാളിയും അതിലില്ല. ഒരാളെയും ഞങ്ങൾ നിനക്കുള്ള ഇസ്തിആനത്തിൽ പങ്കാളിയാക്കുന്നില്ല. അപ്പൊ ചോദ്യം, സമസ്ത ഇവിടെ വേർതിരിയാൽ? കേട്ടോളിയും, ഇമാം തൊബരി റഹിമഹുല്ലാഹ് പറയുന്നു, ഇത് കാനമൻ യക്ഫുറു ബിക യസ്തഈനു ഫീ ഉമൂരിഹി മഅബൂദഹു അല്ലദീ യഅബുദുഹു മിനൽ ഔസാനി ദൂനക്. നിനക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന കുറേ ആളുകളുണ്ട്. ആ ആരാധിക്കപ്പെടുന്ന ആളുകൾ, അവരെ ആരാണോ ആരാധനയ്ക്ക് വേണ്ടി സ്വീകരിക്കുന്നവർ, അവരവരോട് സഹായം തേടിക്കൊണ്ടിരിക്കുന്നു. അപ്പം എന്താ സമസ്തൻ്റെ വിശ്വാസം? ജാറവും മക്ബറയും അതുപോലെ തന്നെ നൂലും ഏലസും ഐക്കല്ലും, അത് എവിടെയാണെങ്കിലും, ജനങ്ങൾക്കിടയിലാണെങ്കിലും ജനങ്ങളില്ലാത്തോടത്താണെങ്കിലും എവിടെയാണെങ്കിലും, പതിരീങ്ങളെ മമ്പുറന്തങ്ങളെ എന്നാണ് അവരെ വിശ്വാസം. അതല്ലടോ, അതല്ല മുവഹിദുകളുടെ വിശ്വാസം. അതാണ് അവരെ വിശ്വാസം. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ടോ പറയുന്നു വനഹനു ബിക, ഇതാണ് വിസ്ഡത്തിന്റെ വിശ്വാസം. കേട്ടോളിയും, വനഹനു ബിക നസ്തഈനു ഫീ ജമീഇ ഉമൂരിനാ മുഖ്ലിസീന ലകൽ ഇബാദ. ഇബാദത്ത് നിനക്ക് മാത്രമാക്കിയിട്ട് ഞങ്ങൾ അല്ലാഹ് നിന്നോട് മാത്രം സഹായം തേടുന്നു. അവിടെ ഒരു ജിന്നുമില്ല, ഒരു മലക്കുമില്ല, ആരുമില്ല. അത് നിങ്ങളെ പൂതിയാണ്. ആ പൂതി നിങ്ങളവിടെ മനസ്സിൽ വെക്കുക എന്നല്ലാതെ അതിന് വേറെ ഒരു പരിഹാരമില്ല.